അപ്പോൾ ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്. കുറച്ച് ബിസിയായിരുന്നു, ചെറിയൊരു കല്യാണം കഴിക്കാൻ പോയതാ. ഇപ്പോൾ ഇത് അതിൻ്റെ എനർജി ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ഓസ്ട്രിയയുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഹാൾസ്റ്റാഡ്. സോ ലെറ്റ്സ് ഗോ. ഐ ആം സ്റ്റിൽ ഹിയർ. അപ്പോൾ വിയന്നയിൽ നിന്ന് മൾട്ടിപ്പിൾ കണക്ഷൻസ് കയറി ഒരു 4.5 hour ജേർണി ഉണ്ട് ഹാൾസ്റ്റാഡിലേക്ക്. മൾട്ടിപ്പിൾ ട്രെയിൻ കണക്ഷൻസ്, അത് കഴിഞ്ഞ് ഒരു ഫെറി കൂടെയുണ്ട്. ബട്ട് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ജേർണിയാണിത്. നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ആപ്പ് ഉണ്ട്, ഇത് നോക്കി വൺ കണക്ഷൻ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ കയറി ഇറങ്ങി പോവുക, അത്രയേ ഉള്ളൂ. ഒരു ഹാസലും ഇല്ല, നാട്ടിലത്തെ പോലെ കെയോട്ടിക് അല്ല, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഉള്ളൊരു ജേർണിയാണ് ഈ 5 hours. പിന്നെ ഈ ജേർണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ട്രെയിനിൽ ഏത് സൈഡിലിരുന്നാലും നമുക്ക് അടിപൊളി വ്യൂ കിട്ടും. ഇനി ട്രെയിൻ ക്രൗഡഡ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ലക്ഷറിയാണ്. നമുക്കിങ്ങനെ സൈഡ് മാറി മാറി ഇരിക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പക്ഷേ ഈ ജേർണി ഭയങ്കര സൂപ്പറാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഓട്ടം സീസണാണ് ഹാൾസ്റ്റാഡ് പോകാനായിട്ടുള്ള ബെസ്റ്റ് സീസൺ. റീസൺ എന്താണെന്ന് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കണ്ടോളൂ ഹാൾസ്റ്റാഡ് നമുക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന്. ഐ തിങ്ക് വിൻ്റർ സീസൺ ഇസ് ഓൾസോ നൈസ്, കാരണം ഇങ്ങനെ സ്നോ മൂടി കിടക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ദ വേഴ്സ്റ്റ് സീസൺ വുഡ് ബി സമ്മർ, കാരണം ഭയങ്കര ക്രൗഡഡാണ്, എസ്പെഷ്യലി ഏഷ്യൻ ടൂറിസ്റ്റായിട്ട്. അത് പിന്നെ ഏതൊരു യൂറോപ്യൻ സിറ്റി ആണെങ്കിലും സമ്മറിൽ നല്ല ക്രൗഡഡ് ആയിരിക്കും. സോ സമ്മർ ടൈം ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല ഹാൾസ്റ്റാഡ് വിസിറ്റ് ചെയ്യാനായിട്ട്. മാത്രമല്ല അവിടെ കൺസ്ട്രക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമായിരിക്കും. സോ ഐ തിങ്ക് ഓട്ടം ഓർ വിൻ്റർ ആർ ദ ബെസ്റ്റ് സീസൺസ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. പിന്നെ ഈ ഹോൾ ഏരിയ നൈസാണ്. ഇതെല്ലാം ഓസ്ട്രിയയുടെ തന്നെ അപ്പർ ഓസ്ട്രിയ എന്ന സ്റ്റേറ്റിലാണ്. ഏരിയയുടെ പേര് സാൽസ്കാമർഗുഡ് എന്നാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ടൗൺസ് ഉണ്ടാവും. എല്ലാ ടൗൺസിനും ഇങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ലേക്ക്, ഒരു ചേർച്ച്, അങ്ങനെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പാറ്റേണിലായിരിക്കും ഈ ടൗൺസൊക്കെ. ബട്ട് ഐ തിങ്ക് ഓരോ ടൗൺസും ഇങ്ങനെ അപ്ഗ്രേഡായി ഫൈനൽ അപ്ഗ്രേഡാണ് ഹാൾസ്റ്റാഡ്, ബിക്കോസ് ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൗൺ ഇൻ ദിസ് റീജിയൻ. പിന്നെ ഈ ടൂറിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ക്രൗഡഡ് ആവുന്നത്. സോ സമ്മർ ടൈമിൽ നമുക്കിവിടെ അടുക്കാൻ പറ്റില്ല, ഭയങ്കര ക്രൗഡായിരിക്കും. ഞാനിപ്പം ഓൾറെഡി 4 സീസൺസും ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടം, ആൻഡ് സമ്മർ ഇസ് ദ വേഴ്സ്റ്റ്. ഞാനിങ്ങനെ വേഴ്സ്റ്റ് എന്ന് പറയുമ്പോഴും കമ്പാരറ്റീവ്ലി ആണ് കേട്ടോ, കാരണം ഹാൾസ്റ്റാഡ് ക്യാൻ ജസ്റ്റ് എക്സിസ്റ്റ് ആൻഡ് ബി ബ്യൂട്ടിഫുൾ ഏത് സീസണിൽ പോയി കഴിഞ്ഞാലും. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് വരുന്നതൊന്നും അധികം താല്പര്യമില്ല എന്നതാണ്. ബട്ട് നമുക്ക് അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ ഹവ് സീൻ. നമ്മളിത് ഹാൾസ്റ്റാഡ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്, ട്രെയിൻ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് ഒരു ഫെറി ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഹാൾസ്റ്റാഡിൽ പോകാനായിട്ട്. സോ കം ഫോളോ മീ. ഓസ്ട്രിയയുടെ തന്നെ ബെസ്റ്റ് സ്ഥലമാണ് ഹാൾസ്റ്റാഡ്. ഓസ്ട്രിയ വരുന്ന ആരും ഹാൾസ്റ്റാഡ് വന്നിരിക്കണം, ബിക്കോസ് ദാറ്റ്സ് ദ ബെസ്റ്റ് റീജിയൻ ഇൻ ഓസ്ട്രിയ. അതും എസ്പെഷ്യലി ഓട്ടം ടൈമിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഫയറി റെഡ് യെല്ലോയി ഒക്കെ ആയിട്ട് ഫുൾ നേച്ചർ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ്. നമ്മളിത് ഇപ്പോൾ ഫെറിയിലാണുള്ളത്. ഇങ്ങനെ ലേക്ക് ക്രോസ് ചെയ്ത് ഹാൾസ്റ്റാഡ് കാണുന്നത് ഹാസ് എ ഹൈറ്റ് ടു ഇറ്റ്. നമുക്കിപ്പം ഈ ഓപ്ഷൻ അല്ലാണ്ട് അപ്പുറത്തൂടെ ബസ്സിലാണെങ്കിലും വരാം. അപ്പോൾ അത് നേരെ ഹാൾസ്റ്റാഡ് ടൗണിലേക്കാണ് നമ്മൾ എത്തിക്കുക. നമുക്ക് ഇങ്ങനെ ട്രെയിൻ സ്റ്റേഷൻ വന്ന് ലേക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ബട്ട് ദിസ് ഹാസ് എൻ അട്രാക്ഷൻ ടു ഇറ്റ്. ഇങ്ങനെ ഹാൾസ്റ്റാഡ് ആദ്യം കാണുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹാൾസ്റ്റാഡിന്റെ ഫസ്റ്റ് വ്യൂ. കണ്ടോ ഈ ബിൽഡിങ്സ് കണ്ടില്ലേ? ദേ ആർ നോട്ട് ആർക്കിടെക്ചറലി സൗണ്ട്, ബട്ട് ദേ ഹാവ് എ ചാം ടു ഇറ്റ്. ഭയങ്കര ക്യൂട്ടായിട്ട് ദേ ജസ്റ്റ് എക്സിസ്റ്റ് അല്ലേ. ഗൈസ്, നമ്മളിപ്പോൾ ഹാൾസ്റ്റാഡ് എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ 4th വിസിറ്റാണ് ഹാൾസ്റ്റാഡിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഓസ്ട്രിയയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണ് ഹാൾസ്റ്റാഡ്. അപ്പർ ഓസ്ട്രിയയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്കിപ്പം ഹാൾസ്റ്റാഡൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണാം.
സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചരിത്രപരമായ ചർച്ച്. പിന്നെ എൻ്റെ ചരിത്രം ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, പക്ഷെ അത് ഹാൾസ്റ്റാഡിലെ പിക്ചേഴ്സിലൊക്കെ വരുന്നൊരു സംഭവമാണ്. Not ready yet, but we get a view. This is best. Oh my god. Oh. നമ്മൾ ചെറുപ്പത്തിൽ ഓസ്വാൾഡ് കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഹാൾസ്റ്റാഡ് തോന്നുന്നത്. വളരെ ചെറിയൊരു ടൗൺ, എത്ര പോപ്പുലേഷൻ ഉണ്ടോ? അപ്പോൾ ഓസ്ട്രേലിയ തന്നെ കംപ്ലീറ്റ് പോപ്പുലേഷൻ എന്തോ 8 മില്യൺ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഹാൾസ്റ്റാഡിൽ വളരെ തുച്ഛമായിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കും, എല്ലാവർക്കും പരസ്പരം അറിയായിരിക്കും. ഇത് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് എല്ലാം തിരിച്ചു പോകും. പിന്നെ ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ വീട്ടിൽ കയറുകയും ചെയ്യും. ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഹാൾസ്റ്റാഡ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു നൈറ്റ് ഒരു റൂമൊക്കെ എടുത്ത് ഇങ്ങനെ നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന നിലയിൽ ഹാൾസ്റ്റാഡിൽ ചെയ്യാനുള്ളത്, ഇവിടെ ഒരു ഫൂണിക്കുലാർ ഉണ്ട്, അതെടുത്ത് ഹില്ലിൻ്റെ മുകളിൽ പോവുക. അവിടെ ഒരു സോൾട്ട് മൈൻ ഉണ്ട്, അവിടെ നിന്ന് അമേസിങ് വ്യൂസ് ഉണ്ട്. ഇതൊക്കെയാണ് ഹാൾസ്റ്റാഡിൽ ചെയ്യാനുള്ളത്. ഐ മീൻ സോൾട്ട് മൈൻ ആസ് സച്ച് ഐ വുഡൻറ്റ് റെക്കമെൻഡ്, കാരണം അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ബട്ട് ഈ ഫുണിക്കുലാർ എടുത്ത് മുകളിൽ പോവുക, വ്യൂ കാണുക, അത് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. ഗൈസ്, അപ്പോൾ ഇതാണ് ആ സോൾട്ട് മൈൻ. ഒരു 7000 വർഷം പഴക്കമുണ്ട് ഇതിന്. നിങ്ങൾക്ക് ഹിസ്റ്ററിയൊക്കെ ഇവർ ആ സമയം തൊട്ട് സോൾട്ട് എക്സ്ട്രാക്ട് ചെയ്ത മെത്തേഡ്സ് ഒക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐ ഷുഡ് ചെക്ക് ദിസ് ഔട്ട്. മാത്രമല്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൈഡ്സും ഉണ്ട് അകത്ത്. യു വിൽ സീ ഇൻ സം ടൈം. പിന്നെ ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. എങ്ങും തൊടാനൊന്നും പാടില്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്.
പിടിച്ചിരുന്നോ? പിടിച്ചോ? കണ്ടോ, ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത്. ഫുൾ സൈലൻസ് ആണ്. കാരണം എന്താ, ടൂറിസ്റ്റ് എല്ലാം പോയി, ലോക്കൽസ് എല്ലാം വീട് പിടിക്കുകയും ചെയ്തു. ഫുൾ ഈ ഒരു സൈലൻസ് മാത്രമാണ്. സൈലൻറ്റ് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ കൈൻഡ് ഓഫ് സ്പൂക്കി. കാരണം ഹലോവീൻ വരെയാണ്. അപ്പോൾ എല്ലാ ഇങ്ങനെ വീടുകൾക്കും ഹോട്ടൽസിനും മുന്നിൽ കുറച്ച് ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ ഇവർ വെച്ചിട്ടുണ്ട്, സ്കൾസ് അങ്ങനത്തെ. പിന്നെ ഇവിടെ അടുത്തൊരു സെമിട്രി ഉണ്ട്, അവിടെ 600ഓളം സ്കൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ദിസ് എൻറ്റയർ പ്ലേസ് ഇസ് കൈൻഡ് ഓഫ് സ്പൂക്കി റൈറ്റ് നൗ. രാവിലത്തെ വൈബേ അല്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ്. ഇറ്റ്സ് മാജിക്കൽ, ഇറ്റ്സ് ബിയോണ്ട് മാജിക്. എനിക്ക് തോന്നുന്നില്ല ഫോൺ അങ്ങനെ ഈ ഒരു ബ്യൂട്ടി നന്നായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന്. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. ഇതാണ് ഹാൾസ്റ്റാഡ് മാർക്കറ്റ് സ്ക്വയർ. കണ്ട ഓരോ ബിൽഡിങ്ങും ഓരോ കളറാണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് ടെൽ യു ദാറ്റ് അധികം ഫുഡ് ഓപ്ഷൻസ് ഒന്നും ഹാൾസ്റ്റാഡിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്, എസ്പെഷ്യലി വെജിറ്റേറിയൻസിന്. സോ ബി പ്രിപ്പയർഡ്. ഞാൻ 20 കൺട്രീസ് പോയിട്ടുണ്ട്, കുറേ സിറ്റീസ്, പല സിറ്റീസ് പോയിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ഉള്ള ഒരു സ്ഥലം ഹാൾസ്റ്റാഡ് ആയിരിക്കും. എവിടെ തിരിഞ്ഞാലും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഇറ്റ്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ ദിസ് ടൗൺ. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ കാണുന്ന ആരായാലും ദ ഗെറ്റ് ടു വിസിറ്റ് ദിസ് പ്ലേസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദ ലൈഫ് ടൈം. കാരണം അത്ര ഞാൻ റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും ഹാൾസ്റ്റാഡ്. നമ്മളിത് ഹാൾസ്റ്റാഡിനോട് വിട പറയുകയാണ്. ഹാൾസ്റ്റാഡ് ഫോർ യു.